ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ചൈനീസ് കിച്ചൻ ഒരു ഈസ്റ്ററിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതായത് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റിലുള്ളൊരു കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ചെടിയൊക്കെ വെച്ച് വീഡിയോ എടുക്കുന്നത് അത് കുറേ 2 മാസമായിട്ട് ബുദ്ധിമുട്ടിയിട്ട് ഒരു ഇൻഡോർ പ്ലാന്റ് ആക്കി വളർത്തിയെടുത്തതാണ്. അതുകൊണ്ട് തന്നെ അത് നല്ല ഭംഗിയിൽ വന്നപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് വെച്ചിട്ട് കുറച്ച് വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കട്ട്ലറ്റിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമ്മളത് കറക്റ്റ് ട്രഡീഷണൽ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു തൃശ്ശൂർ സ്റ്റൈലിൽ കല്യാണങ്ങൾക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ അതിനായിട്ട് ഇതാ ബീഫ് നന്നായിട്ട് ഉപ്പും കുരുമുളകും ഇട്ട് മഞ്ഞപ്പൊടി ഇട്ട് കുക്കറിൽ വേവിച്ചെടുത്തതാണ്. ഇത്രയും ബീഫാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. കുറച്ച് ക്വാണ്ടിറ്റി കാണിക്കുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒരു വലിയ സവോള നന്നായിട്ട് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. 2 ഉരുളൻകിഴങ്ങ് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ബീഫിനേക്കാൾ കൂടുതൽ നമുക്ക് ഉരുളൻകിഴങ്ങ് വേണം കേട്ടോ. പിന്നെ ഈ മസാലപ്പൊടികൾ എന്ന് പറയുന്നത് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണ് മീറ്റ് മസാല ഇതിൽ നിർബന്ധമാണ് കേട്ടോ. കുറച്ച് കറിവേപ്പില, കുറച്ച് പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇത് ഗരം മസാലയൊക്കെ അവിടെ വെച്ചതേ ഉള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് ചതച്ച കുരുമുളക്, നമ്മൾ വീട്ടിൽ തന്നെ ചതച്ചതാണ്. പിന്നെ ബ്രെഡ് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ് കേട്ടോ. ബ്രെഡ് ക്രംസ് ആയിട്ട് വാങ്ങാൻ കിട്ടും. പിന്നെ ഈ മീറ്റ് മസാല ഇതിൽ നിർബന്ധമാണ്. പിന്നെ 1 ടീസ്പൂണ് ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ്. മീറ്റ് മസാലയാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടണം. നിങ്ങൾക്ക് വീട്ടിൽ പൊടിച്ചതാവാം. ഇത്തവണ ഞാൻ കടയിൽ നിന്ന് വാങ്ങിയിരിക്കുന്നതാണ് കേട്ടോ. ബീഫ് മീറ്റ് മസാല നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിൽ ഉപയോഗിക്കാം. നമ്മൾ ഉരുളൻകിഴങ്ങ് വേവിച്ചത് കൈ വെച്ചിട്ട് തന്നെ ഉടച്ചെടുക്കണം. ഉരുളൻകിഴങ്ങ് വേവിച്ച് കഴിഞ്ഞാൽ അധിക സമയം വെക്കാതെ തന്നെ പെട്ടെന്ന് നമുക്കതൊന്ന് പൊടിച്ചെടുക്കണം. അല്ലെങ്കിൽ അത് പിന്നെയും അതിൻ്റെ സോഫ്റ്റ്നെസ് പോവും, നന്നായിട്ട് ഉടഞ്ഞ് കിട്ടില്ല. കട്ട്ലറ്റിനൊക്കെ നമ്മുടെ അതേ പാകത്തിൽ ഉണ്ടാക്കിയാലേ ടേസ്റ്റിൽ കിട്ടുള്ളൂ. നന്നായിട്ട് കൈ വെച്ച് കുഴച്ചെടുക്കണം. വെളിച്ചെണ്ണയിലാണ് നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ അധികം ആവാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതിനൊക്കെ ആ കട്ട്ലറ്റിൻ്റെ ടേസ്റ്റിൽ നമുക്ക് വ്യത്യാസം വരും. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് മൂക്കണം, അതുകൊണ്ടാണ് ആദ്യം ഇട്ട് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക്, പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കരിവേപ്പില, അത് നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മളിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാവും. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് ഇത് ചേർത്ത് ഉണ്ടാക്കണം, എന്നാലേ നമുക്ക് കറക്റ്റ് ട്രഡീഷണൽ രീതിയിൽ അത് കിട്ടുള്ളൂ. പിന്നെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വലിയ സവോള, ചെറുതാണെങ്കിൽ നമുക്ക് 2 സവോള ഉപയോഗിക്കാം കേട്ടോ. ബീഫിനേക്കാൾ കൂടുതലായിരിക്കണം സവോളയും ഉരുളൻകിഴങ്ങും നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പൊടി ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കുറച്ച് ഉപ്പും കൂടി ഇട്ട് സവോള പെട്ടെന്ന് വഴറ്റിയെടുക്കാം. നല്ലോണം ബ്രൗൺ കളറായി ക്രിസ്പി ആവേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് ഇൻഗ്രീഡിയൻസ് ചേർത്ത് വഴറ്റി എടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വന്നോളൂ കേട്ടോ. വല്ലാതെ അങ്ങനെ മൊരിഞ്ഞ് വരരുത്. എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു മിക്സായിട്ടാണ് നമുക്കിത് കിട്ടേണ്ടത്. എന്നാലേ നമ്മൾ വിചാരിച്ച ടേസ്റ്റിൽ കട്ട്ലറ്റ് കിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർക്കുമ്പോൾ ഗ്യാസ് ഒന്ന് കുറച്ചിടാൻ ശ്രദ്ധിക്കുക. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ഗരം മസാല, ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല, 1/4 ടീസ്പൂണ് മീറ്റ് മസാല, പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക്, അത് നമ്മൾ വീട്ടിൽ തന്നെ ചതച്ച് വെച്ചതാണ് കേട്ടോ. ഇതൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നതാണ്. കാശ്മീരി ചില്ലി പൗഡർ, അതായത് നല്ല കട്ട്ലറ്റ് മൊരിഞ്ഞ് വരാനും ഒരു കളർ കിട്ടാനുമാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ വഴറ്റിയെടുക്കാം. ആദ്യമേ തന്നെ സവോള കുറേ മൊരിയരുത്. ഇനി നമുക്ക് ബാക്കി ഇതിൽ കിടന്നിട്ട് ശരിയായി കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നാൽ ഇതിലേക്ക് നമുക്ക് ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളൻകിഴങ്ങ് ചേർക്കുമ്പോൾ അതും നന്നായിട്ട് ഇതിലൊന്ന് മിക്സായി വരണം കേട്ടോ. കുറച്ച് നേരം ഒന്ന് ഇളക്കിയെടുക്കണം. ഇനി നമുക്ക് ഗ്യാസ് മെല്ലെ ഒന്ന് കൂട്ടി വയ്ക്കാം. നല്ല ഉരുളൻകിഴങ്ങ് പെട്ടെന്ന് നമുക്ക് ആയി കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ബീഫ് നന്നായിട്ട് മിക്സിയിൽ ചതച്ച് വെച്ചിട്ടുണ്ട്. ഈ പാകത്തിന് തന്നെ മിക്സിയിൽ ചതച്ചെടുക്കണം. അത് നന്നായിട്ട് പൊടിഞ്ഞില്ലെങ്കിൽ കട്ട്ലറ്റിൽ പീസുകൾ ഉണ്ടായിരിക്കും, അത് അത്ര നന്നായിരിക്കില്ല നമുക്ക് കഴിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ ഇതാണ് നമ്മുടെ ബീഫിൻ്റെ പാകം എന്ന് പറയുന്നത്. അപ്പോൾ ബീഫും ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. അതിന് ശേഷം ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ബീഫ് മുരിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഇതിൽ നന്നായിട്ട് മിക്സായി വരുന്നതാണ് ഈ കട്ട്ലറ്റിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. കുറച്ച് നേരം ഒന്ന് ബീഫ് ഒരു 1-2 മിനിറ്റ് ചെറുതയിൽ ഇട്ട് കൊടുക്കുക. എന്ന് വെച്ചാൽ അതെല്ലാം മിക്സ് ആവാനും അതുപോലെ തന്നെ ആ ബീഫിൻ്റെ പച്ചച്ചുവയൊക്കെ മാറി ഒന്ന് ചെറുതായിട്ട് മുരിഞ്ഞ് വരാനാണ് കേട്ടോ. ബീഫൊന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരണം, എന്നാലേ കറക്റ്റ് ടേസ്റ്റിൽ കിട്ടുള്ളൂ. ഇനി ഉരുളൻകിഴങ്ങും കൂടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഉരുളൻകിഴങ്ങ് ഇതിൽ കിടന്ന് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കണം കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ട് ചേർന്നാൽ മാത്രമേ നമ്മുടെ കട്ട്ലറ്റ് രുചികരമായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം.
നമ്മൾ സാധാരണ ഇടുന്ന വീഡിയോ അധികം ലോങ് വീഡിയോ ആയിട്ട് ഇടാറില്ല. പക്ഷേ ഈ കട്ട്ലറ്റ് ഇതുപോലെ തന്നെ ചെയ്താൽ നമ്മൾ വിചാരിക്കുന്ന അളവ് ടേസ്റ്റിൽ നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് വീഡിയോ കുറച്ച് ലെങ്തി ആയി പോയത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടാൽ കറക്റ്റ് കട്ട്ലറ്റ് അതുപോലെ തന്നെ വരുള്ളൂ കേട്ടോ. കടകളിൽ നിന്ന് വാങ്ങുമ്പോൾ ഭയങ്കര ഹാർഡായിട്ടാണ് എനിക്ക് തോന്നാറ്. ഞാൻ കട്ട്ലറ്റ് അങ്ങനെ കടകളിൽ നിന്ന് ഒട്ടും വാങ്ങാറില്ല. വീട്ടിലെ സമയമുള്ളപ്പോൾ ഉണ്ടാക്കാറ് പതിവ്. ഇതുപോലെ തന്നെ വെജിറ്റേറിയൻസിനാണെങ്കിൽ നമുക്ക് മുട്ട ഉപയോഗിക്കേണ്ട. അപ്പോൾ ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഇതിന്ന് മുട്ടയുടെ മഞ്ഞ മാറ്റാറില്ല. ചിലർ മാറ്റിയിട്ടൊക്കെ ചെയ്യണ കണ്ടിട്ടുണ്ട്. ഞാനിത് ഫുൾ ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്യുക ചെയ്യണ, മഞ്ഞ മാറ്റാതെ കേട്ടോ. നമ്മൾ നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കണം മുട്ട. വെറുതെ സ്പൂൺ വെച്ചിട്ടല്ല, അല്ലെങ്കിൽ ഒന്ന് മിക്സിയിലൊന്ന് തിരിച്ചെടുത്താലും മതി. ഇനി നമ്മൾ കുഴയ്ക്കാൻ പോകുന്ന കൂട്ടിലേക്ക് കുറച്ച് ബ്രെഡ് പൊടി ഇട്ട് കൊടുക്കുക. ഇതൊക്കെ ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ കുഴയ്ക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് നന്നായിട്ട് കിട്ടും. ഞാൻ കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കാറ്. അതിൻ്റെ അച്ചൊക്കെ വാങ്ങാൻ കിട്ടും. എനിക്കത് അത്ര താല്പര്യമില്ല. നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കൈ വെച്ചിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ പൊടിയാതെ കിടക്കുന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് കുഴയ്ക്കുന്ന സമയത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് എത്ര നമ്മൾ ചെയ്താലും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ തരികളുണ്ടാവും ഉരുളൻകിഴങ്ങിൻ്റെ. നന്നായിട്ട് കൈ വെച്ച് കുഴച്ചെടുക്കാം. വെജിറ്റേറിയൻസിനാണെങ്കിൽ നമ്മൾ വെജിറ്റബിൾ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ മുട്ടയ്ക്ക് പകരം കോൺഫ്ലവർ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത് തന്നെ പനീർ കട്ട്ലറ്റ് അങ്ങനത്തെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നോൺ വെജും ബീഫൊന്നും കഴിക്കാത്തവർ, ചിക്കൻ ആണെങ്കിലും നിങ്ങൾക്ക് ഈ സെയിം റെസിപ്പി ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ബീഫ് കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് ബീഫ് ചെയ്തതേ ഉള്ളൂ. പിന്നെ ബീഫ് കട്ട്ലറ്റിന് ഒരു ടേസ്റ്റ് കൂടുതൽ തന്നെയാണ്, ചിക്കനേക്കാൾ കൂടുതലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് ഷേപ്പാക്കി എടുക്കാം. റൗണ്ട് ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ ആക്കാം, അല്ലെങ്കിൽ കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. നന്നായിട്ടൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് പരത്തി മുട്ടയിലും ബ്രെഡ് ക്രംസിലൊക്കെ മുക്കിയെടുത്ത് പൊരിച്ചെടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഇതെല്ലാം തയ്യാറാക്കുന്നത് കേട്ടോ. നമ്മൾ ഫ്രൈ ചെയ്യുന്നത് വെളിച്ചെണ്ണയിൽ തന്നെയാണ്. ഇതാ നമുക്ക് അതിൽ നിന്ന് ഓരോരോ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ട് ഷേപ്പാക്കി എടുക്കാം. നമുക്ക് കയ്യിൽ വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ യൂസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ നല്ല ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഞാൻ കുറച്ച് അത്ര റൗണ്ട് ഷേപ്പിലെല്ലാം ഉണ്ടാക്കുന്നത്, നമ്മൾ സാധാരണ നോർമൽ കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന ഷേപ്പിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം, എന്നാലും നിങ്ങൾക്ക് വിചാരിച്ച പോലെ അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ ഈ ഷേപ്പിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് പരത്തി വെച്ചതിന് ശേഷം ഇതിൽ മുക്കിയെടുത്താലും മതി. അപ്പോൾ ഞാനെല്ലാം മുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കി ഒരു സൈഡിൽ പ്ലേറ്റിലാക്കി വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്യാൻ നിൽക്കാറുള്ളൂ. പിന്നെ ഇതിൽ മുക്കുമ്പോൾ ഒരേ സൈഡിൽ നിന്നായിട്ട് മുക്കണം, ഒരുമിച്ച് നടുക്ക് വെച്ചിട്ട് മുക്കരുത് കേട്ടോ. എന്ന് വെച്ചാൽ ബ്രെഡിൽ മുട്ടയുടെ അത് വീണ് കഴിഞ്ഞാൽ പിന്നെ അത്രയും സൈഡ് നമുക്ക് ശരിക്കും മുക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരേ സൈഡിൽ നിന്നായിട്ട് നമുക്കിങ്ങനെ ബ്രെഡിൽ മുക്കിയെടുക്കണം. ഇനി ഒരു പ്ലേറ്റിൽ നമുക്കിത് തയ്യാറാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകാവൂ. കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് സൂക്ഷിച്ചാൽ നമുക്ക് നല്ല രുചിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ തന്നെ ഫ്രൈ ചെയ്യാൻ നോക്കരുത്. എല്ലാം ഒരു പ്ലേറ്റിൽ തയ്യാറാക്കി വെച്ചതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമുക്കിത് ഫ്രീസറിൽ തലേദിവസം ഉണ്ടാക്കി വെച്ചാൽ നെക്സ്റ്റ് ഡേ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒരു 2-3 ദിവസമൊക്കെ ഫ്രീസറിൽ വെച്ചാലും ഫ്രഷ്നെസ് പോവാതെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ സ്കൂളൊക്കെ ഉള്ള ടൈമിലാണെങ്കിൽ കുറച്ചധികം അങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ നമുക്കെല്ലാം അങ്ങനെ ഇതുപോലെ തന്നെ ഷേപ്പിൽ പരത്തിയെടുക്കാം. അപ്പോൾ അടുത്തതും കൂടെ അങ്ങനെ ചെയ്യണം. ഇങ്ങനെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. കടകളിൽ നിന്ന് വാങ്ങുമ്പോൾ ഭയങ്കര ഹാർഡായിരിക്കും. അതാണ് നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രത്യേകത കേട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ കമൻസ് എല്ലാം എഴുതി അറിയിക്കണം. ഇപ്പോൾ നമുക്ക് എല്ലാം അങ്ങനെ 2 മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. വീഡിയോ ഓൾറെഡി ലെങ്തി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതെല്ലാം ഇങ്ങനെ തന്നെ ചെയ്യാനുള്ളൂ. നമുക്ക് രുചികരമായ കട്ട്ലറ്റ് കിട്ടും. ഇനി എല്ലാം ഒന്ന് വെളിച്ചെണ്ണയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് ഞാൻ റൗണ്ട് ഷേപ്പിലും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഷേപ്പാക്കാൻ അറിയുന്നില്ലെങ്കിൽ കുറച്ചിങ്ങനെ റൗണ്ടായിട്ടും ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ചുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് ഫാസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ആദ്യത്തെ തവണ കുറച്ചൊരു നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷേ അതിന് ശേഷം നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാ കട്ട്ലറ്റും ഒന്ന് നമുക്കിതുപോലെ തന്നെ ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയാണ് ഫ്രൈ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ അതെല്ലാ കട്ട്ലറ്റും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലോണം തിളച്ച വെളിച്ചെണ്ണയിൽ വേണം നിങ്ങളിത് ഇടാനായിട്ട്. അതൊക്കെയാണ് കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ചൂട് കൂട്ടിയും കുറച്ച് ഇടണം, അല്ലെങ്കിൽ ഒരു സൈഡ് ഭയങ്കരമായിട്ട് മൊരിഞ്ഞു പോവും.
ഉൾഭാഗം വേവില്ല, അങ്ങനത്തേതൊക്കെ വരും. അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയുടെ അളവ് നോക്കണം. പിന്നെ ഇതിനായിട്ട് നമ്മൾ മുമ്പൊന്നും സോസല്ല ഉപയോഗിക്കാറ്, പ്രത്യേകമായിട്ടൊരു സാലഡാണ് ഉണ്ടാക്കാറ് കേട്ടോ. അതായത് നമ്മുടെ സവോളയും കുറച്ച് ബീട്രൂട്ടും കൂടെ നല്ല ഐസ് വാട്ടറിൽ ഇട്ട് വയ്ക്കുക. അപ്പോൾ നല്ല സവോള നല്ല സോഫ്റ്റ് ആയിട്ട് വരും. എന്നിട്ട് അത് നല്ലോണം വെള്ളം കളഞ്ഞതിന് ശേഷം കുറച്ച് വിനീഗർ ഉപ്പിട്ട് കൈവച്ച് തിരുമ്മിയെടുക്കുക. അതാണ് ഈ കട്ട്ലറ്റിൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ പറയുന്നത് കേട്ടോ. മുമ്പൊക്കെ ഇപ്പോഴാണ് എല്ലാവരും സോസൊക്കെ കൂട്ടി കഴിക്കുന്നത്. അപ്പോൾ അതാ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് കട്ട്ലറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ കുറച്ച് ഒഴിക്കുന്നത് ഒരിക്കൽ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണ പിന്നെ ഉപയോഗിക്കാറില്ല കേട്ടോ. അപ്പോൾ ദാ നന്നായിട്ട് തിളച്ച വെളിച്ചെണ്ണയിലേക്കിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ രുചികരമായ കട്ട്ലറ്റ് തയ്യാറാക്കാം. പിന്നെ ഇങ്ങനെ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ ഒട്ടും പൊട്ടി പോവില്ല കേട്ടോ. അപ്പോൾ ചിലരൊക്കെ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ പൊട്ടിയെല്ലാം ആ വെളിച്ചെണ്ണയിലൊക്കെ നിറയെ ഉണ്ടായിരിക്കും പൊട്ടിപ്പോകുന്നത്. പൊട്ടിപ്പോവാതെ തന്നെ നമുക്ക് ഈ പറയുന്ന രീതിക്ക് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ വെളിച്ചെണ്ണയിൽ ഒട്ടും തരിയില്ല, അതാണ് നമ്മുടെ ഈ കൂട്ടിൻ്റെ പ്രത്യേകത. പിന്നെ നമുക്ക് എല്ലാ കട്ട്ലറ്റും ഇങ്ങനെ ഫ്രൈ ചെയ്ത് മാറ്റിയെടുക്കാം കേട്ടോ. കറക്റ്റ് കളറിലും അതുപോലെ തന്നെ നല്ല മുരിഞ്ഞിരിക്കുന്നുണ്ട് കട്ട്ലറ്റ്. കടകളിൽ നിന്ന് വാങ്ങുന്നതിലൊക്കെ നല്ല രുചികരമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാ കട്ട്ലറ്റും ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ 2 3 ഞാൻ കാണിക്കുന്നുള്ളൂ. പിന്നെ വെളിച്ചെണ്ണയും ഇത് കഴിഞ്ഞാൽ കാണിച്ചു തരാം. ഒട്ടും ആ വെളിച്ചെണ്ണയിൽ നമുക്കിതിൻ്റെ തരികളൊന്നും ഉണ്ടാവില്ല. അതാണ് പൊട്ടിപ്പോവാതെ തന്നെ നമുക്ക് ഈ കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ചീസൊക്കെ വെച്ചിട്ടുള്ള കട്ട്ലറ്റ് ഉണ്ട്, അതിൻ്റെയൊക്കെ റെസിപ്പി വേറെ ഇടാം കേട്ടോ. പക്ഷെ അത് നമുക്ക് നമ്മുടെ ഇതിനനുസരിച്ച് നമ്മൾ മാറ്റിയെടുക്കുന്നേ ഉള്ളൂ. പരമ്പരാഗത രീതിയിൽ എന്നൊക്കെ പറയുമ്പോൾ ഇതാണ് കട്ട്ലറ്റിൻ്റെ കറക്റ്റ് കൂട്ട്. അപ്പോൾ എല്ലാ കട്ട്ലറ്റും നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ കട്ട്ലറ്റും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ എന്താ ഫോട്ടോ വീഡിയോ ഒക്കെ കുറച്ച് എടുത്തതാണ് കണ്ടോ. നമ്മുടെ സാലഡും റെഡി ആയിട്ടുണ്ട്. ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ കട്ട്ലറ്റിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ ഈസ്റ്ററിന് എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻസ് എല്ലാം എഴുതി അറിയിക്കുക. അടുത്തൊരു അടിപൊളി വിഭവമായിട്ട് ചീനീസ് കിച്ചൻ വരുന്നതാണ്. അതുവരേക്കും ടേക്ക് കെയർ, ബൈ, താങ്ക് യു.